ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് സിൽക്ക് ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആന്റി ഗോൾഡൻ ബീഡ്സ് എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് നീഡിൽ നമ്പർ 10 യൂസ് ചെയ്തിട്ട് ഗോൾഡൻ ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കണം. ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നോർമൽ ത്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം നീഡിൽ താഴേന്ന് മുകളിലോട്ട് കുത്തിയെടുത്തിട്ട് 4 ഗോൾഡൻ ബീഡ്സ് ആണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അതിനുശേഷം അതിന്റെ സെന്ററിൽ നിന്ന് വീണ്ടും 2 എണ്ണത്തിന്റെ ഉള്ളിൽ കൂടെ ആയിട്ട് നീഡിൽ പുറത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. ഒരുപാട് അടിപൊളി നെക്ക് ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ. ഇതുപോലുള്ള ഡിസൈനിങ് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടണേ. ഈ ഒരു പാറ്റേണിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണം. പാറ്റേൺ ഫാബ്രിക്കിലോട്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ട്രേസ് ചെയ്തെടുക്കുന്നത്. 4 ബീഡ്സ് വീതം ചെരിച്ച് തുന്നി കൊടുത്തിട്ടാണ് ലീഫിന്റെ പോർഷൻ ചെയ്തെടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ബീഡ്സ് തുന്നിയെടുത്തു. ഇനി നമുക്ക് ചെറിയ റൗണ്ട് മാർക്ക് ചെയ്തേക്കണേൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് റിംഗ് നോട്ട് ഫ്ലവർ ആണ് ചെയ്തെടുക്കേണ്ടത്. 14 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 5 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ 3 ഫ്ലവേഴ്സ് വീതം നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. താഴേന്ന് നീഡിൽ മുകളിലോട്ട് തുന്നിയെടുത്തതിന് ശേഷം നീഡിലിൽ ത്രെഡ് 2 തവണ ഒന്ന് ചുറ്റി കൊടുക്കാണ്. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ നീഡിലൊന്ന് കുത്തി താഴോട്ട് ഇറക്കാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ആണ് ഇനി ബാക്കിയൊക്കെ ചെയ്തെടുക്കാനുള്ളത്. ഫ്ലവേഴ്സ് ഒക്കെ തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ സെന്ററിലായിട്ട് ഹാഫ് ബീഡ്സ് ആണ് തുന്നിയെടുക്കാനുള്ളത്.
കംപ്ലീറ്റ് ആയതിനു ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കണേ.